നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രിയ ശിഷ്യരെ കാണാൻ കൊതിയോടെ ഫാദർ AP ജോസഫ് കോർ എപ്പിസ്കോപ്പ. വാർത്തകൾ വിശദമായി. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കുമ്പോൾ ആ സംഗമത്തിൽ ഓടിയെത്താൻ വെമ്പുന്ന ഒരു ഗുരുശ്രേഷ്ഠനുണ്ട്. ദീർഘകാലം കോളേജിലെ അധ്യാപകനായും പ്രിൻസിപ്പലുമായിരുന്ന ഫാദർ AP ജോസഫ് കോർ എപ്പിസ്കോപ്പയാണ് ആ ഗുരുശ്രേഷ്ഠൻ. കലാലയ ജീവിതം ആസ്വദിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വീണ്ടും ആ കലാലയത്തിലേക്ക് തിരിച്ചു പോകുവാനും കൂടെ പഠിച്ചവരുമായി ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പങ്കിടുവാനും ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും. ഏതൊരു വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഇത്തരം ആഗ്രഹമുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെയല്ലേ വർഷങ്ങളായി ആ കലാലയത്തിൽ അനേകായിരങ്ങൾക്ക് അറിവിന്റെ അമൃതൂട്ടിയ ഗുരുശ്രേഷ്ഠന്മാരുടെയും അവസ്ഥ? തങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ജീവിതത്തിന്റെ നാനാതുറകളിൽ ഉന്നത നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളം കിളിർക്കാത്ത ഏത് അധ്യാപകരുണ്ട്? അന്നത്തെ ആ ബിരുദന്മാരെയും ബിരുദത്തിമാരെയും ഒന്നുകൂടി കണ്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന എത്രയോ അധ്യാപകർ. തന്റെ പ്രിയ ശിഷ്യരിൽ ഭൂരിഭാഗം പേരെയും നേരിൽ കാണാം, അവരുമായി കുറെ നല്ല നിമിഷങ്ങൾ പങ്കിടാം. ആ നിമിഷങ്ങളെ ഓർത്ത് ത്രില്ലടിച്ചിരിക്കുകയാണ് റാന്നി സെന്റ് തോമസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായും കോളേജ് പ്രിൻസിപ്പലുമായി വിരമിച്ച ഫാദർ AP ജോസഫ് കോർ എപ്പിസ്കോപ്പ. തന്റെ അധ്യാപന കാലത്തിന്റെ നിറമുള്ള ചില നിമിഷങ്ങൾ അദ്ദേഹം സിറ്റി TVയെ കൈപിടിച്ചു നടത്തി. 1964 ഗവൺമെൻറ് സാങ്ഷനോടുകൂടിയാണ് റാന്നി കോളേജ് ആരംഭിച്ചത്. അന്ന് മുതൽ ഞാൻ ഈ കോളേജിൽ ഉണ്ട്. 1992 വരെ റിട്ടയർ ചെയ്യുന്നത്. 83 മുതൽ 92 വരെ ഞാൻ പ്രിൻസിപ്പലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജ് വന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ടും അനേക വിദ്യാർത്ഥികളെ നമ്മുടെ ഈ മലമ്പ്രദേശത്ത് ലോകമെമ്പാടും പോകത്തക്ക രീതിയിൽ പഠിപ്പിച്ചു വിടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയും. ഇത് വ്യത്യാസങ്ങൾ ലോകത്തിൽ വരും. പക്ഷേ ഇപ്പോഴത്തെ ഗുരുശിഷ്യ ബന്ധം പഴയതുപോലെ ദൃഢമല്ല. കാരണം അധ്യാപകർ അവരുടെ ജോലി ഒരു ദൈവനിശ്ചയത്തോടുകൂടി വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് എന്നൊരു ചിന്ത അവരെ ഭരിക്കണം. അല്ലാതെ പണത്തിന് വേണ്ടി ഒരു ജോലി ചെയ്യുക എന്നുള്ളതല്ല. വിദ്യാർത്ഥികളെ നമ്മൾ ഇത്രയും നേരത്തെ പഠനകാര്യങ്ങൾ ഉത്സുകരാക്കി തീർത്ത് നല്ല വിദ്യാർത്ഥികളായി രൂപപ്പെടുത്തുക. അപ്പം ക്യാരക്ടർ ഫോർമേഷൻ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. പിന്നെ രണ്ടാമത് വിദ്യാർത്ഥികൾ ഈ പൊതുലോകത്തിലെ ഒരു ഒരു പുറകോട്ടൊരു പോക്കുണ്ടല്ലോ, ആ വീഴ്ച വാസ്തവത്തിൽ അതൊരു വീഴ്ചയായിട്ട്, സമൂഹത്തിൻ്റെ ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം ഇന്നത്തെ തലമുറ തന്നെയാണ്. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ റാന്നി സെന്റ് തോമസ് കോളേജിലെ പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികളെ, ഒരുപറ്റം വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും. റാന്നിയുടെ ഒരു സംസ്കാരം ആ നാടുകളിൽ പടർത്താൻ ആ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങേക്ക് അത്ര ഒരു അനുഭവം അങ്ങനെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളിൽ അങ്ങയുടെ യാത്രാവേളകളിൽ എപ്പോഴെങ്കിലും കാണാനോ അങ്ങനെയുള്ള അവരുമായിട്ട് അവരുടെ ആ പഴയ ശിഷ്യ സ്നേഹം പങ്കിടാനോ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം. കാലിഫോർണിയയിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ ഞാൻ താമസിച്ചത്. പിന്നെ സാൻഡിയാഗോ, അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ പഠിക്കുന്ന ഹോളിവുഡ്, അവിടെയെല്ലാം എന്നെ കൊണ്ടുപോയി. ജീവിതത്തിൽ ആ ഒരു തിരിഞ്ഞുനോട്ടം അങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ തൻ്റെ ആ ശിഷ്യ സമ്പത്ത്, അവരുടെ സ്നേഹം, അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ, അനുഭവിച്ചപ്പോൾ അങ്ങയുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു വികാരം എന്തായിരുന്നു? ശിഷ്യസമ്പത്ത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ പെരുമാറ്റവും അവരുടെ സ്നേഹവും, അതാണ് വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലാതെ കിട്ടുന്ന ഒരു മാസം തോറും കിട്ടുന്ന ശമ്പളമല്ല. ഞാനതിനെ കാണുന്ന ആ രീതിയിലാണ്. എവിടെ പോയാലും നമ്മളെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരു ബസ്സേ കയറിയാലും നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് തരും. അപ്പോൾ യഥാർത്ഥമായ ഗുരുശിഷ്യ ബന്ധം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ പറയും.
കാരണം അവരാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത്. അടുത്ത തലമുറ നന്നായെങ്കിലേ നമുക്ക് ലോകം നന്നായെന്ന് പറയാനൊക്കെ. ഇപ്പം പരിഷ്കാരമുണ്ട്, പക്ഷേ സംസ്കാരമുണ്ടെന്ന് പറയാനൊക്കില്ല. സംസ്കാരം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടെയും വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാരുടെ പരിശീലനത്തിൽ കൂടെയും ടീച്ചേഴ്സിൻ്റെ അവരുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ കൂടെയും ഉണ്ടാകേണ്ടി ഒന്നാണ്. ഫാദർ AP ജോസഫ് കോർ എപ്പിസ്കോപ്പ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ തങ്ങളുടെ ആ പ്രിയ ശിഷ്യരുടെ അടുത്തെത്താൻ അദ്ദേഹം അത്രമാത്രം കൊതിക്കുകയാണ്. സിറ്റി TVയുമായി അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലത്തെ ആ സ്മരണകൾ, വിദ്യാർത്ഥികളുമായി കഴിഞ്ഞ കുറേ നല്ല നിമിഷങ്ങളെക്കുറിച്ച് സിറ്റി TVയുമായി പങ്കുവച്ചതിന് അദ്ദേഹത്തിന് സിറ്റി TVയുടെ എല്ലാവിധ ആശംസകളും നന്മകളും അറിയിക്കുന്നു. നാളെ നടക്കുന്ന റാന്നി സെൻറ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഈ സിറ്റി TVയിൽ കൂടെ എന്നെയും TVയുടെ പ്രവർത്തകരെയും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നാളെ നിങ്ങളും അവിടെ സന്നിഹിതരായിരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതോടുകൂടെ ഞാൻ നിർത്തുക. സിറ്റി ന്യൂസ്, റാന്നി. വർണ്ണശമ്പളമായ ഓർമ്മകളുടെ തിരുമുറ്റത്ത് വീണ്ടും ഒത്തുകൂടാൻ റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. ജീവിതത്തിന്റെ നാനാതുറയിലുള്ള സെന്റ് തോമസ് കോളേജിന്റെ സന്തതികൾ ഒത്തുചേരുമ്പോൾ അത് അനുഭവമാണ് പലർക്കും. അത് ജീവിത സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവുമാണ്. വർണ്ണശബളമായ ഓർമ്മകളുടെ തിരുമുറ്റത്ത് വീണ്ടും ഒത്തുകൂടുവാൻ അവരെത്തി തുടങ്ങി. കൂടെ പഠിച്ചവരുമായി ഒത്തുകൂടി കുറെ നല്ല നിമിഷങ്ങൾ പങ്കിടാനും എല്ലാവർക്കും ധൃതിയായി. ഒരിക്കൽ പോലും നടക്കില്ലെന്ന് കരുതിയ ഒരു സ്വപ്നമാണ് നാളെ പൂവണിയുന്നത്. അതിന്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് ന്യൂയോർക്കിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാനായി 7 കടലും താണ്ടി റാന്നി അങ്ങാടിയിൽ വടക്കേമണ്ണിൽ ലീലാമ്മ എത്തിച്ചേർന്നത്. ഏറെ താലോലിച്ചിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂവെങ്കിലും പക്ഷേ ലീലാമ്മയ്ക്ക് ഈ കലാലയത്തിലെത്തി ഒരുക്കങ്ങൾ കാണണം. വീണ്ടും ആ മുറ്റത്ത് ഒന്നുകൂടി നടക്കണം. ആ അനുഭവങ്ങൾ ലീലാമ്മ സിറ്റി ന്യൂസുമായി പങ്കിട്ടു. കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. കോളേജിന്റെ 1964 ശേഷം. മാഡം ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ സ്റ്റേറ്റ്സിലാണ്. ഈ സംഗമത്തെപ്പറ്റി അത് പങ്കെടുക്കാനുള്ള ആ തീവ്രമായ ആഗ്രഹം തീർച്ചയായിട്ടും സിറ്റി TV മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ ഒരു ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഉണ്ടായ ആ പ്രചോദനം എന്തായിരുന്നു? വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് റാന്നിയിൽ ആകെയുള്ളൊരു കോളേജ്, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായി ഇത്രയും ജീവിതത്തിൽ ഉയരാൻ ദൈവം സഹായിച്ച ആ കോളേജിനെ മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം കുര്യാക്കോസ് ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ന്യൂ ജേഴ്സി ഏരിയയിലുള്ള റാന്നി കോളേജിൻ്റെ അലുമിനായി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ സാർ പറഞ്ഞതുപോലെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ വലിയൊരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. 50 ഇയേഴ്സിൻ്റെ ആനിവേഴ്സറിയാണ്. എല്ലാവരും അതിന് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കണമെന്ന്. അപ്പോൾ തന്നെ അതിന് വളരെ ഒരാഗ്രഹം തോന്നി. അതിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകിലെന്ന് പറയുന്നത് എബ്രഹാം കുര്യാക്കോസിൻ്റെ സിസ്റ്ററാണ് ഞാനിവിടെ 68 to 70 ഗ്രാജുവേറ്റ് ചെയ്തു. ഇന്ന് കാണുന്ന ബഹുനില മന്ദിരങ്ങൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഓലഷെഡിൽ ഒരു KSE-കാരൻ പഠിച്ചിരുന്നു. പേര് റോയി മാത്യു മുളമൂട്ടിൽ. കോളേജിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഹീറോയായ റോയി മാത്യു കോളേജിന്റെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി. KSE-ക്ക് ലഭിക്കുന്ന ആകെ ഒരു സീറ്റ് അതായിരുന്നു. ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദം പക്ഷേ KSE-കാർ മാത്രമല്ല പങ്കിട്ടത്. കോളേജിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും റോയി മാത്യുവിനെ തോളിലേറ്റി ഇട്ടിയപ്പാറയിലെത്തി. അവിടെ നിന്നും തോട്ടമൺ വരെയും ആഹ്ലാദ പ്രകടനം നടത്തി. ആ പയ്യൻ പിന്നീട് തന്റെ വഴി രാഷ്ട്രീയമല്ലെന്ന് തിരിച്ചറിഞ്ഞു. ദൈവ ശുശ്രൂഷയ്ക്കായി വേല ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ റോയി മാത്യു വൈദികനായി. പിന്നീട് ഫാദർ റോയി മാത്യു മുളമൂട്ടിൽ കോർ എപ്പിസ്കോപ്പയായി. ആ കാലത്തേക്ക് അദ്ദേഹം സിറ്റി TVയെ കൂട്ടിക്കൊണ്ടുപോയി. 1964 ശേഷം ഈ കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെല്ലാം നാളെ ഒത്തുകൂടുന്ന ഒരു സുദിനമാണ്. ഈ കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ, രണ്ടാമത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അങ്ങ് ഇപ്പം വൈദിക സെഷനായി വിരാജിക്കുകയാണ്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് കഴിഞ്ഞ അങ്ങ് പഠിച്ച ആ ഒരു കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തും. ഞങ്ങൾ പഠിച്ചത് ഇവിടെ ഒരു ഷെഡിലായിരുന്നു, ഈ ഭാഗത്ത് തന്നെ. രണ്ടാമത്തെ ബാച്ച് ഓല ഷെഡിനകത്ത് ആണ് പഠിച്ചത്. എന്നാലും അന്നത്തെ പ്രിൻസിപ്പലിനെയും
അധ്യാപകരെയൊക്കെ വളരെയധികം ഭയത്തോടുകൂടെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ചിന്തിച്ച് കഴിയുമ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞോട്ട് കയറി വന്ന സമയമായിരുന്നുകൊണ്ട് സാറുമാരെയൊക്കെ പേടിയ കോളേജിൽ നിന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ അന്ന് ഈ പാർട്ടികളൊന്നുമില്ല. എന്നാലും ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്ന് ഇലക്ഷൻസൊക്കെ നടത്താനൊക്കെ തുടങ്ങി. എന്നാലും ഇന്നത്തെ പഠന രീതിയേക്കാൾ ഉപരിയായി ഗുരു ശിഷ്യ ബന്ധം അന്ന് നല്ലപോലെ ഉണ്ടായിരുന്നു. പഠിക്കുമ്പോഴും അതിനുശേഷം ഔദ്യോഗിക രംഗത്തെത്തിയപ്പോഴും പക്ഷേ ഒരു ഗൗരവക്കാരന്റെ മുഖമോ സമീപനവുമല്ല ക്രൈംബ്രാഞ്ച് SP സാബു P ഇടക്കളയ്ക്കുള്ളത്. പക്ഷേ പുറമെ ഗൗരവക്കാരനല്ലെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇന്നും സത്യസന്ധമായി ജോലി നോക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുന്നത് റാന്നി സെന്റ് തോമസ് കോളേജിൽ നിന്നും ആർജിച്ച ജീവിതത്തിന്റെ പാഠങ്ങളാണ്. ഇവിടുത്തെ അധ്യാപകരുടെ മികച്ച ശിക്ഷണമാണ്. സർവോപരി കൂടെ പഠിച്ചവരുടെ നിഷ്കളങ്കമായ സ്നേഹമാണ്. അത് ഒരിക്കലും മറക്കാനാവില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1976 കാലഘട്ടത്തിലാണ് ഞാനിവിടെ വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. അന്ന് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് അല്പം സംഘർഷഭരിതമായ കോളേജ് അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ സംഘർഷഭരിതമാണെങ്കിലും തമ്മിൽ കാണുമ്പോഴും നല്ല അച്ചടക്കത്തോടു കൂടി പോവുകയും നല്ല വിദ്യാഭ്യാസ നിലവാരം വൃത്തിയും ചെയ്തൊരു കോളേജാണിത്. അന്ന് ശേഖരനായ മാത്യു സാറായിരുന്നു പ്രിൻസിപ്പള്. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സിൽ അന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽ ഫാദർ AP ജോസഫ് അച്ഛനായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അച്ഛൻ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പ്രകൃതമായിരുന്നു. അതുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ നിലവാരത്തിൽ ഈ ഞങ്ങളുടെ എക്കണോമിക്സിലെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുവാനും അതുപോലെ തന്നെ നല്ല ഉന്നത നിലവാരമുള്ള എത്തിച്ചേരുവാനും സാധിച്ചത്. KSUവിന്റെ നീലപ്പതാകയും അന്തരീക്ഷത്തിൽ ചുഴറ്റി നടന്ന വിദ്യാർത്ഥി നേതാവ്. കോളേജിൽ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി വിദ്യാർത്ഥികളുടെ സജീവ ശ്രദ്ധയാകർഷിച്ച ആ വിദ്യാർത്ഥി നേതാവ് പക്ഷേ താൻ വിശ്വസിച്ചു പോരുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ നേരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ന്യായാന്യായങ്ങൾ എണ്ണിപ്പറഞ്ഞ് വാദമുഖങ്ങൾ നിർത്തിയ ആ വിദ്യാർത്ഥി നേതാവ് പിന്നീടും അതേ പാതയിൽ ചലിച്ചു. ജില്ലയിലെ തന്നെ പേരെടുത്ത അഭിഭാഷകരിൽ ഒരാളായി. എബ്രഹാം പനച്ചിമൂട്ടിൽ എന്ന പഴയ വിദ്യാർത്ഥി നേതാവ് അഡ്വക്കേറ്റ് എബ്രഹാം പനച്ചിമൂട്ടിൽ എന്ന നിലയിലെത്തി. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയാണ് അഡ്വക്കേറ്റ് എബ്രഹാം പനച്ചിമൂട്ടിൽ. ഞാൻ 73-76 ബാച്ചിലാണ് ഇവിടെ ഡിഗ്രിക്ക് പഠിക്കാനിടയായത്. ആ കാലഘട്ടത്തിൽ അന്തരിച്ച പ്രൊഫസർ KM സാറായിരുന്നു ഇതിൻ്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിരുന്നത്. വളരെയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജും വളരെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിലും അന്ന് കോളേജിൻ്റെ പോർച്ചിൽ വരാന്തയിൽ പ്രിൻസിപ്പൽ ഇറങ്ങി നിന്നാൽ മുഴുവൻ വിദ്യാർത്ഥികളും മറ്റ് യാതൊരു ശബ്ദവും കൂടാതെ ഹാളിലേക്ക് ക്ലാസ് റൂമിലേക്ക് കയറിപ്പോകുന്ന ഒരു പതിവായിരുന്നുണ്ടായിരുന്നു. എത്ര വലിയ സമരമാണെങ്കിലും അധ്യാപകർ ഇറങ്ങി കഴിയുമ്പോൾ ക്ലാസ്സുകളിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നു. അബുദാബിയിലെ ഒരു ഓയിൽ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് സജി പകലോമറ്റം. നാളെ നടക്കുന്ന വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ മാത്രമാണ് സജി വളരെ ചുരുങ്ങിയ ദിവസത്തെ അവധിയെടുത്ത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. Life will never be the same. Life is always will be changing. However, our memories are still remain, and it is giving the certain sharing of life, and it's allow us to share and keep our love always spreading to our friends and teachers. That is the opportunity has been arranged by certain our colleagues and our നാളെ നടക്കുന്ന സംഗമത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പബ്ലിസിറ്റി കൺവീനർ AT സതീഷ് കുമാറും റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ജോയിസ് മാത്യുവും അറിയിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ പരിപാടിക്കായി എത്തിച്ചേരുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ രജിസ്ട്രേഷൻ നടത്താനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ നമ്മൾ വെബ്സൈറ്റിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ പ്രദേശങ്ങളിൽ സ്ഥാപനങ്ങൾ വഴിയും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. റാന്നിയെ സംബന്ധിച്ച്, റാന്നി കോളേജിനെ സംബന്ധിച്ച് റാന്നിയിലുള്ള വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലോബൽ അലൂമിനി എന്ന നിലയിലേക്ക് ആണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മഹാസംഗമമായി നാളെ ഇത് മാറും എന്നുള്ളതിൽ സംശയമില്ല. സിറ്റി ന്യൂസ് റാന്നി. നമസ്കാരം. വാർത്തകൾ
റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമായ സമാഗമം 2014 നടന്നു. ചലച്ചിത്ര നടി ഭാമ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമാഗമം 2014 നടന്നു. ചലച്ചിത്ര നടി ഭാമ സമാഗമം 2014 തിരിതെളിച്ചു. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1964 മുതൽ 2014 വരെ കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് നടന്നത്. കോളേജിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥികൾ എന്നിവരുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ടായിരുന്നു റാന്നി സെന്റ് തോമസ് കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമാഗമം 2014 തുടക്കമായത്. അസോസിയേഷൻ പ്രസിഡന്റ് രാജു എബ്രഹാം MLA അധ്യക്ഷനായിരുന്നു. സമ്മേളനം ചലച്ചിത്ര നടി ഭാമ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമാഗമം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഊഹിക്കാം. അതിന്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കോളേജില് പൂർവ്വ വിദ്യാർത്ഥി സമാഗമം എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട്, ഞാൻ സിനിമയിൽ നിന്നുള്ള ഒരു കലാകാരി ആയതുകൊണ്ട്, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു റെഫറൻസ് ആയിട്ട് എനിക്ക് എടുത്തു പറയാം, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ലാൽ ജോസ് സാറിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയാണ്. ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോഴാണ് ഞാനൊക്കെ ഈ ജനറേഷനിൽപ്പെട്ട, ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട ഞാനൊക്കെ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു അവർക്കൊരു ഇതുപോലെയൊക്കെ എല്ലാവരും പല സ്ഥലങ്ങളിൽ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ചിലര് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കാം. പലപ്പോഴും എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള അവരുടെ ഒരു സന്തോഷം എന്തായിരിക്കും, അവരുടെ ആ ഒരു ഇമോഷണൽ രീതി, അതൊക്കെ എനിക്ക് അറിയാനായിട്ട് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മുതലാണ്. അതിനുശേഷം രണ്ടാമത് ഞാൻ ഇങ്ങനൊരു ഇതിന്റെ ഈ ഒരു സന്തോഷത്തിന്റെ കാര്യം കൂടുതൽ മനസ്സിലാക്കിയത് നമ്മുടെ കമലാ സുരയ്യ, എഴുത്തുകാരി കമലാ സുരയ്യ എന്ന നമ്മുടെ സ്വന്തം മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ബുക്കില് അവര് ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഇന്നിപ്പോ ഇവിടെ എത്തിയപ്പോ ഞാൻ അവിടെ നിന്ന് നമ്മുടെ കോളേജിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ നടന്നു വരുമ്പോഴും ശ്രദ്ധിച്ചത്, കുറേ സംസാരങ്ങൾ ശ്രദ്ധിച്ചു. ഒരുപാട് പേര് പുറത്തൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. കൂട്ടം കൂടി ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ കൗതുകമായിട്ട് തോന്നി. കനാനായ സഭ കല്ലിശ്ശേരി മേഖലാധിപനും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. എത്ര അധ്യാപകർ എൻ്റെ അടുത്ത് വരാറുണ്ട്. എൻ്റെ വിദ്യാർത്ഥിയാണ് രാജു എബ്രഹാം എന്ന് പറയുന്ന എത്ര അധ്യാപകരുണ്ട് ഇത് പറഞ്ഞ് അഭിനന്ദിക്കുന്നത്, അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത്. അപ്പൊ അധ്യാപകരുടെ ഹൃദയ തുടിപ്പും ഹൃദയ സന്തോഷവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും, അതുപോലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ ഒരുവനാണ് ഞാൻ, അലൂമിനിയായി ഇവിടെ കൂടുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും നമ്മുടെ ഗുരുക്കന്മാരെ സ്മരിച്ച് ഞങ്ങളെയൊക്കെ എന്നാന്ന് വെച്ചാൽ അച്ഛന്മാരും മെത്രാച്ചന്മാരുടെയും ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു കുർബാന അർപ്പിക്കണമെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഓർക്കാത്ത ഒരു കുർബാന ചൊല്ലാൻ എനിക്ക് സാധ്യമല്ല. ഇവിടെ ഒരു വൈദികർക്കും സാധ്യമല്ല. കാരണം ഞങ്ങളുടെ ഗുരുഭൂതന്മാരെ ഓർക്കാത്ത, ഇത് ക്രിസ്ത്യൻ ഫെയ്ത്താണ് ഞാൻ പറയുന്നത്. അതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങൾ കാണും. ഞങ്ങൾക്ക് ഒരു കുർബാന അർപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ഗുരുഭൂതന്മാരെ ഓർക്കാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പുരോഹിതനായ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ് ഞങ്ങളുടെ അധ്യാപകരെ ഓർത്ത്. കോളേജ് ഗാനത്തിന്റെ സിഡിയുടെ പ്രകാശന കർമ്മം ചലച്ചിത്ര നടി ഭാമ രാജു എബ്രഹാം MLAക്ക് നൽകി നിർവഹിച്ചു. സെന്റ് തോമസ് കോളേജ് മാനേജർ ഷെബലിയാർ പ്രൊഫസർ പ്രസാദ് കോയിക്കൽ, കോളേജ് പ്രിൻസിപ്പൽ എബ്രഹാം ബി കുര്യാക്കോസ്, കോളേജ് മുൻ പ്രിൻസിപ്പൽമാരായ ഫാദർ AP ജോസഫ് കോബ്ര എപ്പിസ്കോപ്പ, പ്രൊഫസർ ബാബു ജോസഫ്, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശി ഫിലിപ്പ്, അലുമിനി അസോസിയേഷൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എബ്രഹാം പനച്ചിമുട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം, ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. സിറ്റി ന്യൂസ് റാന്നി. കാലത്തിന്റെ ഓർമ്മകൾ തേടി അവർ വീണ്ടും ഒത്തുകൂടി. റാന്നി സെന്റ് തോമസ് കോളേജ് അന്തരീക്ഷം അങ്ങനെ വീണ്ടും മധുരം നിറഞ്ഞതായി. പഴയതും പുതിയതുമായ തലമുറയിൽപ്പെട്ട 1000-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ റാന്നി സെന്റ് തോമസ് കോളേജിന്റെ മുറ്റത്ത് ഒത്തുകൂടിയപ്പോൾ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാനായില്ല. കാലത്തിന്റെ ഓർമ്മകൾ തേടി അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ആ പഴയ കലാലയാന്തരീക്ഷം മധുരമുള്ളതായി. കള്ളക്കർക്കിടകത്തിൽ ചെന്നം ഭിന്നം പെയ്യുന്ന മഴ പോലും ഇവരുടെ കൂട്ടായ്മയിൽ അസൂയ പൂണ്ട് മാറി നിന്നു. കുന്നിൻ ചെരുവിലെ ഈർപ്പമുള്ള കാറ്റിന് പോലും ഒരു താളമുണ്ടായിരുന്നു. ആ കാറ്റിന്റെ താളത്തിനൊത്ത് അവർ കോളേജിന്റെ ക്യാമ്പസിൽ പഴയകാല വിദ്യാർത്ഥികളായി. മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയവർ. കൊച്ചുമക്കളുടെ മക്കളെയും കൈപിടിച്ച് വന്നവരുണ്ട്. അങ്ങനെ പഴയതും പുതിയതുമായ തലമുറയിൽപ്പെട്ട 1000-ന് മേലെ വരുന്ന റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങളോടൊപ്പം ഒത്തുകൂടിയപ്പോൾ പലർക്കും അത് സ്വപ്നമോ യാഥാർത്ഥ്യമെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നിറങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞൊഴുകിയ കലാലയ കാലത്തിലെ തിരിച്ചു കിട്ടാത്ത മധുരമുള്ള ഒരുപിടി നല്ല ഓർമ്മകൾ ഒരു മയിൽപ്പീലിത്തുണ്ടായി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞിരുന്നവർ തങ്ങളുടെ സഹപാഠികളെ കണ്ടപ്പോൾ പലരും വികാരാധീനരായി. കണ്ണെത്താ ദൂരം നീണ്ട വരാന്തയും നിറയെ മരങ്ങളും ചെടികളും പൂക്കളും മുറ്റവും വിശാലമായ കെട്ടിടമൊക്കെയുള്ള ആ വലിയ ലോകം തന്നെയായിരുന്നു ഓരോരുത്തരുടെയും കോളേജ്. അതെ, അതിനിപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ മാറ്റം വന്നത് നിറങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞൊഴുകിയ കലാലയ കാലത്തിലെ തിരിച്ചു കിട്ടാത്ത മധുരമുള്ള ഒരുപിടി നല്ല ഓർമ്മകൾ ഒരു മയിൽപ്പീലിത്തുണ്ടായി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞിരുന്നവർ തങ്ങളുടെ സഹപാഠികളെ കണ്ടപ്പോൾ പലരും വികാരാധീനരായി. കണ്ണെത്താ ദൂരം നീണ്ട വരാന്തയും നിറയെ മരങ്ങളും ചെടികളും പൂക്കളും മുറ്റവും വിശാലമായ കെട്ടിടവുമുള്ള ഒരു വലിയ ലോകം തന്നെയായിരുന്നു എൻ്റെ കോളേജ്. അതെ, അതിനിപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ മാറ്റം വന്നത് ഞങ്ങൾക്കാണ്. ദേശാടന കിളികളെപ്പോലെ പല സ്ഥലങ്ങളിലേക്ക് ജീവിക്കുവാൻ പറക്കുകയായിരുന്നുവല്ലോ ഞങ്ങൾ. വീണ്ടും ഓർമ്മകൾ തിരമാലകൾ പോലെ ആർത്തിരമ്പുന്നു. അതിൽ വേദനയുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്. എങ്കിലും സ്വർഗതുല്യമായ ഒരു അനുഭൂതിയുമുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും കണക്കിന്റെയും ബോറടികൾ മാറ്റാൻ ക്ലാസ് മുറികൾ വിട്ട് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലും ലൈബ്രറിയിലും ക്യാൻറ്റീനിലും ഇടയ്ക്കിടെ വഴിമാറിപ്പോയതും സമരത്തിന്റെ ആവേശ മുദ്രാവാക്യം വിളി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. കഴിഞ്ഞ 50 വർഷമായി നിറഞ്ഞ മനസ്സുമായി എത്രയോ വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ചയച്ചിട്ടുണ്ടാവും ഈ കലാലയം. എത്രയോ ഗന്ധങ്ങളും നിറങ്ങളും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും ഇവിടെ. പൊടി തട്ടിയെടുത്ത ഒരിക്കലും മടുപ്പിക്കാത്ത ഓർമ്മകളുമായി മനസ്സിൽ എവിടെയൊക്കെയോ നൊമ്പരങ്ങൾ കോറിയിട്ട് ഈ കലാലയത്തിന്റെ പടികളിറങ്ങിയപ്പോൾ ഒരുപക്ഷെ ഇവരാരും ഓർത്തു കാണില്ല ആ പഴയ കൗമാരക്കാരായി ഇവിടേക്ക് കടന്നു വരാനാകുമെന്ന്. ജീവിതത്തിലെ ഏറ്റവും സുഗന്ധമുള്ള നിമിഷങ്ങൾ, വർണ്ണങ്ങളുടെ ചൈത്രലോകം ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. ഇനിയും കാണാം, അല്ല കാണണം എന്ന് പറഞ്ഞ് അവർ ഒരിക്കൽ കൂടി ഈ കലാലയമുറ്റത്തു നിന്നും യാത്രയായി വീണ്ടും ദേശാടന കിളികളാകാൻ. സിറ്റി ന്യൂസ് റാന്നി. മനസ്സിലെ അജ്ഞാനമാകുന്ന തമസ്സിനെ അകറ്റി അവിടെ വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന ഗുരുശ്രേഷ്ഠർക്ക് പ്രിയ ശിഷ്യർ ഗുരുപൂജയർപ്പിച്ചു. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചാണ് പവിത്രമായ ചടങ്ങ് നടന്നത്. അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ അന്ധകാരത്തെ അകറ്റി അവിടെ അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുശ്രേഷ്ഠന്മാരെ ആദരിക്കുക എന്നത് ഏതൊരു ശിഷ്യന്റെയും ആഗ്രഹമാണ്. അവന്റെ കടമ കൂടിയാണ് അത്. മാതാപിതാ ഗുരു ദൈവം എന്നത് ഭാരത പാരമ്പര്യമാണ്. സ്വന്തം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ഗുരുവിനാണ്. ഗുരുവിന് ഭാരതീയ സംസ്കൃതി അനുസരിച്ച് കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം തന്നെ ദൈവത്തിനും മേലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഗുരുപൂജ ഏറെ ശ്രേഷ്ഠമായി കരുതി പോരുകയും ചെയ്യുന്നു. ഇവിടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്ന് കരുതിയ തങ്ങളുടെ പ്രിയ ശിഷ്യർ പാദം തൊട്ടു വണങ്ങി ആദരവിന്റെ പൊന്നാട ചാർത്തിയപ്പോൾ, ആ ശിഷ്യരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ ആ ഗുരുശ്രേഷ്ഠന്മാർക്ക് അത് ധന്യതയുടെ നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചത്. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമാഗമം 2014 അനുബന്ധിച്ചായിരുന്നു കോളേജിലെ പഴയകാല അധ്യാപകരെ ആദരിച്ചത്.
ഗുരുപൂജ എന്ന ആദരിക്കൽ ചടങ്ങ് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എബ്രഹാം മനച്ചിമൂട്ടിൽ, മോളി ടീച്ചർ എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി. കോളേജിൽ ദീർഘകാലം അധ്യാപകനും വൈസ് പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ കെ ഉണ്ണിട്ടനെ പൊന്നാടി അണിച്ചാണ് അഭിവന്ദ്യ തിരുമേനി ഗുരുപൂജയ്ക്ക് തുടക്കമിട്ടത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ മെത്രാപ്പൊലിത്തയായിട്ടല്ല, പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരുവനായി നിൽക്കുന്ന ഞാൻ ഈ ഗുരുപാദത്തെങ്കൽ ഒരായിരം ഗുരുവന്ദനം അർപ്പിച്ചുകൊണ്ട് ആ പാദാത്യത്തിൽ ഒന്ന് തൊട്ടു വന്നിച്ച് ഈ പൊന്നാടി അണിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അലുമിനി അസോസിയേഷന്റെ സംഘാടകരിൽ പ്രമുഖനും പ്രവാസിയുമായ പാർത്ഥസാരഥി പിള്ള തുടർന്ന് മുൻ പ്രിൻസിപ്പൽ ഫാദർ എ ടി ജോസഫ് കോർ എപ്പിസ്കോപ്പയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കോളേജിലെ വുമൻസ് സെന്ററിന്റെ സ്ഥാപകൻ പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ ബാബു ജോസഫിനെ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ രാജ്മോഹനൻ പൊന്നാടി അണിയിച്ചു. പ്രൊഫസർ കെ പി എബ്രഹാമിനെ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സും, സോണ ടീച്ചറെ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിളയും, പ്രൊഫസർ പി കെ സ്കറിയായെ വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് പണിക്കരും, പ്രൊഫസർ കോരയെ ക്രൈംബ്രാഞ്ച് എസ് പി സാബു പി ഇടുക്കളയും, കുഞ്ഞമ്മ ടീച്ചറെ എലിസബത്ത് ആനയും, പ്രൊഫസർ കെ പി കുര്യാക്കോസിനെ ഫാദർ റോയി മാത്യു മുളമൂട്ടിൽ കോർ എപ്പിസ്കോപ്പയും, പ്രൊഫസർ പി എം ഗ്രേസിയെ അച്ചാമ്മ ജോസഫും, പ്രൊഫസർ ആനി ചാക്കോയെ കുവൈറ്റ് ചാപ്റ്ററിനു വേണ്ടി റഞ്ജിയും ആദരിച്ചു. പ്രൊഫസർ രാജു കുരുവിള അഡ്വക്കേറ്റ് ശശി ഫിലിപ്പും, പ്രൊഫസർ എം ജി വർഗീസിനെ ദുബായ് ചാപ്റ്ററിനു വേണ്ടി ബിജോയും, പ്രൊഫസർ കെ ഒ കുര്യാക്കസിനെ പഴവങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരുത്തിലും, പ്രൊഫസർ എലിക്കുട്ടിയെ റാന്നി ഗ്രാമപഞ്ചായത്ത് അംഗം പി ആർ പ്രസാദും ആദരിച്ചു. കുവൈറ്റ് ചാപ്റ്റർ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ ധനസഹായം ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് റഞ്ജി അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശി ഫിലിപ്പിന് കൈമാറി. ദുബായ് ചാപ്റ്റർ പുറത്തിറക്കിയ ഡയറക്ടറിയുടെ പ്രകാശനം അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത, കോളേജ് പ്രിൻസിപ്പൽ അബ്രഹാം വി കുര്യാക്കോസിന് നൽകി പ്രകാശനം ചെയ്തു. സിറ്റി ന്യൂസ് റാന്നി.